നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ പ്രണയം തിരിച്ചറിയുന്നത്? ചില മനക്കണക്കുകൾ, ചില കണക്കുകൂട്ടലുകളൊക്കെ തെറ്റായിരുന്നുവെന്ന് കാലം പിന്നീട് തെളിയിക്കും. ഹം തുമേ അപ്നാ സമജ്തേ ഥേ ബഡാ ധോക്കാ ഹുവ. നീ നിന്റെ ഹൃദയത്തിലുള്ളത് തുറന്നു പറഞ്ഞത് നന്നായി, നമ്മളൊന്ന് സംവദിക്കുന്നു, അവർ വേറൊന്ന് മനസ്സിലേക്ക് എടുക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ജബ് ഭി ഹംനെ കുച്ച് കഹാ ഉസ്കാ അസർ ഉൾട്ടാ ഹുവ. മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ പ്രണയം തിരിച്ചറിയുന്നത്? വലിയൊരു ചോദ്യമാണ്. ചിലർക്കത് പറഞ്ഞുള്ള അറിവായിരിക്കും. രണ്ടുപേർ തമ്മിൽ പരസ്പരം പ്രണയം പങ്കുവെക്കാറുണ്ട്. എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് വാക്കുകളിലൂടെ പറഞ്ഞുകൊണ്ട് അവർ അത് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും അത്തരം പ്രകടനങ്ങൾ സാധ്യമാകാത്ത, സംഭവിക്കാത്ത ഘട്ടങ്ങൾ വരാറുണ്ട്. അപ്പോൾ പിന്നെ നോക്കുകൊണ്ട്, ചില ചേഷ്ടകൾ കൊണ്ട്, ചില ഭാവങ്ങൾ കൊണ്ട് ആ പ്രണയം മനസ്സിലാക്കിയെടുക്കുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. ചില മനക്കണക്കുകൾ, ചില കണക്കുകൂട്ടലുകളൊക്കെ തെറ്റായിരുന്നുവെന്ന് കാലം പിന്നീട് തെളിയിക്കും. തന്നോട് പ്രേമത്തോടുകൂടി, പ്രണയത്തോടുകൂടി നോക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ് എന്ന് കരുതിയ ആൾ യഥാർത്ഥത്തിൽ അത്തരമൊരു ബന്ധം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില പരികൽപ്പനകളാണ് നമ്മുടെ ഉള്ളിൽ പ്രണയം രൂപപ്പെടുത്തുന്നത്. അവളുടെ നോട്ടം, അവളുടെ പുഞ്ചിരി, അവളുടെ എന്നോടുള്ള പെരുമാറ്റം, ഇതൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് അതെന്നോടുള്ള പ്രണയമാണ് എന്ന് ധരിച്ചു വെക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു തുറന്നു പറച്ചിൽ സംഭവിക്കുമ്പോൾ മാത്രമേ എന്താണ് അവളുടെ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പല ബന്ധങ്ങളിലും പല അസ്ഥിരതകളും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അവളത് തുറന്നു പറയുന്ന നിമിഷം തകർന്നു പോകുന്ന ചില ഹൃദയങ്ങളുണ്ട്. അവർ ധരിച്ചു വെച്ചതായിരുന്നില്ല അവളുടെ ഉള്ളിലുണ്ടായിരുന്നത് എന്നറിയുമ്പോൾ ആകെ പൊട്ടിപ്പോകും ചിലർ. ഇത്തരമൊരു അനുഭവത്തെയാണ് ഇഖ്ബാൽ അസീം എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻ്റെ തുമ്നെ ദിൽ കി ബാത്ത് കഹദി എന്ന് തുടങ്ങുന്ന ഗസലിലൂടെ പറഞ്ഞു വെക്കുന്നത്. तुमने दिल की बात कह दी, तुमने दिल की बात कह दी, आज ये अच्छा हुआ, हम तुम्हें अपना समझते थे, बड़ा धोखा हुआ. तुमने दिल की बात कह, നീ നിൻ്റെ ഹൃദയത്തിലുള്ളത് തുറന്നു പറഞ്ഞത് നന്നായി. ഇന്നത് തുറന്നു പറഞ്ഞത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഞാൻ ഇനിയും ആ തെറ്റിദ്ധാരണകളുമായി, എൻ്റെ ധാരണകളുമായി മുന്നോട്ട് പോകേണ്ടതില്ല. ഹം തുമേ അപ്നാ സമജ്തേ ഥേ, ഞാൻ നിന്നെ എൻ്റേതെന്ന് കരുതിയതായിരുന്നു, എൻ്റേതെന്ന് മനസ്സിലാക്കിയതായിരുന്നു. ബഡാ ധോക്കാ ഹുവ, വല്ലാത്തൊരു ചതിയായിപ്പോയി. നമ്മൾ മനസ്സിലാക്കുന്നതല്ല അവർക്ക് നമ്മോടുള്ള ബന്ധമെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വൈകാരിക പ്രകടനമാണ്. ഏകദേശം ഈ വിഷയസാമ്യതയുള്ള ഈരടികളാണ് ഈ ഈരടിയെ തുടർന്ന് വരുന്നത്. പ്രണയത്തിൽ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളോട്, കാമുകിയോട്, കാമുകനോട് ചിലത് സംവദിക്കുന്നു, നമ്മളൊന്ന് സംവദിക്കുന്നു, അവർ വേറൊന്ന് മനസ്സിലേക്ക് എടുക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തെ ഈ കവി ഈ ഗസൽ വിശദീകരിക്കുന്നുണ്ട്. ജബ് ഭി ഹംനെ കുച്ച് കഹാ ഉസ്കാ അസർ ഉൾട്ടാ ഹുവ, आप शायद भूलते हैं बारहा ऐसा हुआ. जब भी हमने कुछ कहा उसका असर उल्टा हुआ. जब भी हमने कुछ कहा उसका असर उल्टा हुआ.
ഹംനെ കുച്ച് കഹാ ഉസ്കാ അസർ ഉൽട്ടാ ഹുവാ. ഞാൻ നിന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ നേർ വിപരീതമാണ് സംഭവിക്കാറ്. നീ അത് മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നതിനെതിരായിട്ടായിരിക്കും. ആപ്പ് ഷായത് ഭൂൽത്തേ, ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, നീ മറന്നുപോയിട്ടുണ്ടാവും. ബാരഹ ഐസാവ, ഒരുപാട് തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് പ്രണയത്തിൽ പലരും പറയാറുള്ള സംഗതിയാണ്. ഞാനൊന്ന് പറയും, അവൾ വേറൊന്ന് മനസ്സിലാക്കും. ആ യാഥാർത്ഥ്യത്തെയാണ് ഇഖ്ബാൽ അസീം അദ്ദേഹത്തിൻ്റെ ഈ ഗസലിൽ ഇവിടെ വരച്ചിടുന്നത്. ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്, ജീവിതത്തിൽ പോലും സംഭവിക്കാറുള്ളതാണ്. ഞാനൊന്ന് പറയുന്നു, അത് മനസ്സിലാക്കേണ്ട ആൾ അതിന് നേർ വിപരീതം മനസ്സിലാക്കുന്നു. ഇത് ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഇഖ്ബാൽ അസീം തൻ്റെ വരികളിൽ കുറിച്ചിടുന്നത്. മറ്റു ചില ഈരടികളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.